ആമസോണിൽ നമുക്ക് ഉപകാരം തോന്നുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാറുണ്ട്. പക്ഷെ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് റിവ്യൂ ഒന്നും കാണാത്ത കാരണം കൊണ്ട് നമുക്കിത് വീട്ടിലെത്തിക്കാൻ കുറച്ച് പേടി തോന്നൂലേ? അങ്ങനെ കുറച്ച് അധികം നാളുകളായിട്ട് നമ്മുടെ കാട്ടിൽ കിടന്നിരുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചിട്ടുണ്ട് ട്ടോ. ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്ക് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ആയതുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ റിവ്യൂവിന് വരും. ഇതൊക്കെ ഈ റൂമിലാണ് ഞാൻ ഡംപ് ചെയ്തിടുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഈ റൂം മിക്കതും മെസ്സി ആയിട്ടാണ് കിടക്കാറുള്ളത് ട്ടോ. പിന്നെ ഈ മേക്കപ്പ് ചെയ്യുന്ന ഐറ്റംസും എല്ലാം കൂടെ ഒരുമാതിരി കോലാഹലം പിടിച്ച ഒരവസ്ഥ. അങ്ങനെ അതിനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ കാണുന്ന പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റ് എന്താന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ? എന്നെപ്പോലെ മേടിക്കാൻ മടി തോന്നുന്ന ആൾക്കാർ അന്ന് അത് ആവശ്യമുള്ളവരായിട്ടുള്ളത് ഉണ്ടാവുമല്ലോ, അവർക്ക് ഇതൊരു ഉപകാരപ്രദമായിക്കോട്ടെ. എന്താപ്പം ഞാൻ പറഞ്ഞെന്നുള്ളത് മനസ്സിലായില്ലേ? തന്നെ സംഭവം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. അടിപൊളി പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. ഒരു ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വീണിട്ടുണ്ടായില്ല. അങ്ങനെ നമുക്ക് ഇതിനെ ഓരോരോ ഭാഗങ്ങളായിട്ട് അസംബിൾ ചെയ്യാനും ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് നിർത്തി വെക്കുക, പിന്നെ ആ ലോക്കുകളുണ്ട് അതൊന്നും ഇടുക, അത്രയ്ക്കുള്ള പണി ഉണ്ടായിരുന്നുള്ളൂ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൈബർ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അക്രിലിക് ആണ്. നല്ല ഗ്ലാസ് ഫിനിഷ് ആണ്. ഒരു വേവി സ്ട്രക്ചർ ഒക്കെ വരുന്നുണ്ട്. മുമ്പിൽ ഇത് അൺലോക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു പിടുത്തം പോലെയൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, റബ്ബറിന്റെ ഒരു ബാൻഡ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ക്യൂട്ടാണ്, അടിപൊളിയാണ്, നല്ല സ്റ്റേബിൾ ആണ്. പിന്നെ ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു 3,500 മേളിലാണ് ആയിട്ടുള്ളൂ ഇതിന്റെ വില എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു കമ്പാർട്ട്മെന്റോ രണ്ട് കമ്പാർട്ട്മെന്റോ അങ്ങനെ നമുക്ക് നമ്മുടെ കൺവീനിയന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് മേടിക്കാം. ഞാനിപ്പോൾ ഇതിലൊരു അഞ്ചെണ്ണല്ലേ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം 3 ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ നമ്മുടെ സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇപ്പോൾ റെന്റൽ ഹൗസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എന്താ പറയുക, റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുപോകാനും എളുപ്പമല്ലേ, ഇങ്ങനെ പോർട്ടബിൾ അല്ലേ ഭയങ്കര. ഇപ്പോൾ അലമാരകളും വാർഡ്രോബും ഒക്കെ ആകുമ്പോൾ നമ്മൾ മരത്തിൻ്റെ ഒക്കെ ആകുമ്പോൾ ഇത് ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീടൊക്കെ മാറുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ ഹോസ്റ്റലേഴ്സും അതുപോലെ തന്നെ റെന്റിൽ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പോയി താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. മേടിച്ചോളൂ കേട്ടോ, നല്ലതാണ്, അടിപൊളിയാണ്, കുറച്ച് സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ആകെ കൂടെ അലങ്കോലമായി കിടക്കുന്ന നമ്മുടെ റൂമിന് പുതിയൊരു മുഖച്ഛായ തന്നത് ഇതാ ഇവനാണ് കേട്ടോ. ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവനെ വെച്ചിട്ടുള്ളത് ഇതാ ഇവിടെയാണ്. നല്ലൊരു വൈറ്റ് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഒരു കബോർഡ്.